Good morning. Welcome to +2 politics class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനകീയ പ്രസ്ഥാനങ്ങൾ പലതരത്തിലുള്ള ജനകീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഇന്ത്യയിൽ ആദ്യം രൂപം കൊണ്ട ചിപ്കോ മൂവ്മെൻറ്റ് അതിനുശേഷം ദളിത് പാന്തേഴ്സ് എന്നീ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതീയ കിസാൻ യൂണിയൻ. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചാബിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സമകാലീന ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഭാരതീയ കിസാൻ യൂണിയൻ. 1970 ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികളിലും തെരഞ്ഞെടുപ്പിലുമൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ട ചില വിഭാഗങ്ങൾ ഗവൺമെൻറ്റിനും രാഷ്ട്രീയ കക്ഷികൾക്കുമെതിരെ പലതരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുകയും അത്തരത്തിൽ ഉയർന്നു വന്ന ഒന്നായിരുന്നു 1980കളിലെ കർഷക സമരം. എങ്ങനെയാണ് ഭാരതീയ കിസാൻ രൂപപ്പെട്ടത് എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. 1988 ജനുവരിയിൽ യു.പിയിലെ മീററ്റ് നഗരത്തിൽ 20,000-ഓളം കർഷകർ ഒത്തുകൂടി വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ പ്രതിഷേധിക്കാൻ ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ അവർ 3 ആഴ്ചയോളം സത്യാഗ്രഹ സമരം നടത്തി. അവസാനം അവരുടെ ആവശ്യം ഗവൺമെൻറ് അംഗീകരിച്ചു. അവരുടെ സമരത്തിൻ്റെ ഒരു പ്രത്യേകത, തികഞ്ഞ അച്ചടക്കത്തോടു കൂടിയായിരുന്നു സമരം നടത്തിയിരുന്നത്. സമരക്കാർക്ക് ആവശ്യമായ ഭക്ഷണം ഗ്രാമങ്ങളിൽ നിന്ന് മറ്റുള്ള കർഷകർ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. പശ്ചിമ യു.പിയിലെയും ഹരിയാനയിലെയും കർഷകർ ഒത്തുചേർന്ന് നടത്തിയ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് ഭാരതീയ കിസാൻ യൂണിയൻ. 1980കളിലെ കർഷക പ്രക്ഷോഭങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു ഈ ഭാരതീയ കിസാൻ യൂണിയൻ. ഹരിത വിപ്ലവം എന്ന സർക്കാർ നയം മൂലം 60കളുടെ ഒടുവിൽ പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ യു.പി എന്നിവിടങ്ങളിലെ കർഷകർ വലിയ നേട്ടമുണ്ടാക്കി. എന്നാൽ അതിനുശേഷം ഈ മേഖലയിലെ പ്രധാന നാണ്യവിള കരിമ്പ്, ഗോതമ്പ് തുടങ്ങിയവ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉദാരവൽക്കരണ പ്രക്രിയ നടപ്പാക്കിയതിനാൽ ഇവർക്ക് പ്രതിസന്ധി നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യം കരിമ്പിൻ്റെയും ഗോതമ്പിൻ്റെയും തറവില ഉയർത്തുക, കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണം എടുത്തു കളയുക, വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക, കാർഷിക വായ്പകൾ എഴുതിത്തള്ളുക, കർഷകർക്ക് പെൻഷൻ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയവയായിരുന്നു. രാജ്യത്തെ മറ്റു കർഷക സംഘടനകളും സമാന ആവശ്യങ്ങൾ ഉന്നയിച്ചു. മഹാരാഷ്ട്രയിലെ ഷേൽക്കാരി സംഘടന കർഷക പ്രസ്ഥാനത്തെ ഭാരത യുദ്ധമായി ചിത്രീകരിച്ചു. നാഗരിക വ്യവസായ മേഖലകൾക്കെതിരെ ഗ്രാമീണ കാർഷിക മേഖല നടത്തുന്ന യുദ്ധം എന്ന അർത്ഥത്തിലാണ് അവരതിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ വികസന മാതൃകയിൽ കൃഷിക്കാണോ വ്യവസായത്തിനാണോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന ആലോചനകൾ 80കളിൽ വീണ്ടും സജീവമായി. ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നയങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഒരു ഭീഷണിയായപ്പോഴാണ് ഇത് വീണ്ടും ചർച്ചാ വിഷയമായത്. ആഗോളവൽക്കരണവും ജനസംഖ്യാവർദ്ധനവും നഗരവൽക്കരണവും ജീവിത ശൈലിയിലെ വ്യതിയാനങ്ങളുമൊക്കെ കൃഷിയെയാണ് സാരമായി ബാധിച്ചത്. എന്നാൽ ഇപ്പോൾ ജൈവ കൃഷിയിലേക്കും സാധാരണ കൃഷി ജീവിതത്തിലേക്കും ആളുകൾ തിരിച്ചു വരുന്നു. ഇനി നമുക്ക് ഈ ഭാരതീയ കിസാൻ യൂണിയൻ്റെ മറ്റു ചില സവിശേഷതകൾ നോക്കാം. ഇവർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും പ്രയോഗിച്ചു. റാലികൾ നടത്തി, പ്രകടനങ്ങൾ, കുത്തിയിരിപ്പ് സത്യാഗ്രഹം, ജയിൽ നിറക്കൽ എന്നിവയെല്ലാം അതിൽപ്പെട്ട മാർഗങ്ങളായിരുന്നു. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗ്രാമങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് കർഷകരാണ്. ചിലപ്പോൾ അവർ 1,00,000-ലേറെ പേർ ഒരുമിച്ച് വരാറുണ്ട് ഈ പ്രതിഷേധ ശ്രമങ്ങളിൽ. 80കളുടെ അവസാനം ഭാരതീയ കിസാൻ യൂണിയൻ ഇത്തരം വമ്പിച്ച റാലികൾ വിവിധ തലസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ ദേശീയ തലസ്ഥാന നഗരിയിലും അവർ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഇവരുടെ ജാതിയായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. കിസാൻ യൂണിയനിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും ഒരേ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. പരമ്പരാഗതമായ ജാതീയത പഞ്ചായത്തിനെ കരുവാക്കിയാണ് ഇത്രയേറെ പേർ റാലിക്കെത്തിയിരുന്നത്. കിസാൻ യൂണിയന് ഔപചാരികമായി സംഘടനയൊന്നുമില്ലെങ്കിലും ദീർഘകാലം അവ നിലനിന്നു. ജാതീയ ബന്ധങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം.
പ്രക്ഷോഭത്തിന് ആവശ്യമായ പണവും വിഭവങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഈ ജാതി ഉപയോഗിച്ചാണ് അവർ സംഘടിപ്പിച്ചിരുന്നത്. 90കളുടെ ആരംഭത്തിൽ കിസാൻ യൂണിയൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും അകന്ന് വെറും സംഖ്യാബലം കൊണ്ട് മാത്രം ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി പ്രവർത്തിച്ചു. കിസാൻ യൂണിയനും വിവിധ സംസ്ഥാനങ്ങളിലെ മറ്റു കർഷക സംഘടനകളും ചേർന്ന് നടത്തിയ സമരങ്ങളുടെ ഫലമായി കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ പലതും നേടിയെടുക്കാൻ കഴിഞ്ഞു. 80കളിൽ ഏറ്റവും വിജയകരമായ ഒരു സാമൂഹ്യ പ്രസ്ഥാനമായി കർഷക പ്രസ്ഥാനം രൂപാന്തരപ്പെട്ടു. രാഷ്ട്രീയ വിലപേശലിന് അംഗങ്ങൾക്കുള്ള കഴിവായിരുന്നു പ്രസ്ഥാനത്തിൻ്റെ വിജയം. ഇന്ത്യയിലെ സമ്പദ് സമൃദ്ധമായ സംസ്ഥാനങ്ങളിലാണ് ഈ പ്രസ്ഥാനം സജീവമായിരുന്നത്. ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിക്കുന്നവരാണ്. കിസാൻ യൂണിയനെപ്പോലുള്ള സംഘടനകളിൽപ്പെട്ടവർ ഇതിൽ നിന്നും വ്യത്യസ്തരായിരുന്നു. കമ്പോളത്തിൽ വിറ്റഴിക്കാനുള്ള നാണ്യവിളകൾ കൃഷി ചെയ്യുന്നവരായിരുന്നു അവർ. ഭാരതീയ കിസാൻ യൂണിയനെപ്പോലെ മറ്റു ചില സംസ്ഥാനങ്ങളിലെ കർഷക സംഘടനകളും ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഓരോ മേഖലയിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മേധാവിത്വം സ്ഥാപിച്ചു ഇരുന്നവരെയാണ് കർഷക സംഘടനകളെ അംഗങ്ങളാക്കിയിരുന്നത്. മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റെഡ് സംഘം എന്നിവ ഇത്തരം സംഘങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവരോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് കൃഷിയെ ലോക വ്യാപാര സംഘടനയുടെ പരിധിയിൽ ഉൾപ്പെടുത്തരുത് എന്ന ആവശ്യം. കൃഷിയെ ലോക വ്യാപാര സംഘടനയുടെ പരിധിക്കകത്ത് തളച്ചിടരുത് എന്ന് ഭാരതീയ കിസാൻ യൂണിയൻ്റെ നേതാക്കന്മാരായ ടിക്കായത്തും യുദ്ധവീർ സിംഗും ആവശ്യപ്പെടുകയുണ്ടായി. 2005 നവംബറിൽ ഹോങ്കോങ്ങിലെ സമ്മേളനത്തിൽ WTO വ്യവസ്ഥകൾ ഇന്ത്യ അംഗീകരിക്കുകയാണെങ്കിൽ അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി. WTOൻ്റെ പരിധിയിൽ നിന്ന് കൃഷിയെ മാറ്റി നിർത്താനുള്ള സമ്മർദ്ദങ്ങൾ ഏറി വന്നു. അപ്പോൾ ഇന്ത്യയിലെ ജനകീയ പ്രസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വ്യത്യസ്തമായ മറ്റൊന്നാണ് ഭാരതീയ കിസാൻ യൂണിയൻ. ഇതിൻ്റെ ഭാഗമായി ഒരു ചോദ്യം കൂടിയുണ്ട്. റൈറ്റ് ദി യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ഭാരതീയ കിസാൻ യൂണിയൻ ആസ് എ പോപ്പുലർ ഓർഗനൈസേഷൻ. ഒരു ജനകീയ സംഘടന എന്ന രീതിയിൽ ഭാരതീയ കിസാൻ യൂണിയൻ്റെ പ്രത്യേക സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരവും എഴുതാം. ഭാരതീയ കിസാൻ യൂണിയൻ. Last classes we discussed about the popular movements in India and different types of popular movements like Chipko movement and Dalit Panthers. Today we are going to discuss about another important popular movement, Bharatiya Kisan Union. Indian society in general was far from contented with the performance of various governments in the country during 1980s. Several protests were emerged from the not satisfied farmers. Farmers organized protests against political parties and their governments. Even better off farmers in 1980s protested against the government's policies. Growth of Bharatiya Kisan Union. In January 1988, over 20,000 farmers protested against a rise in electricity tariffs. They camped outside the collector's office for about 3 weeks and refused to disperse without getting their grievance redressed. The government was forced to give in to their demands. No doubt it was highly disciplined agitation with no untoward happening selling its rustic purity. Nearby villages around Meerut supplied food for the farmers. These men belonged to an organization of farmers called Bharatiya Kisan Union. In the 80s, the Bharatiya Kisan Union was a powerful organization. In the 1960s, farmers in Haryana, Punjab and Uttar Pradesh had much benefits from the Green Revolution. Since then, sugarcane and wheat became their main cash crops. But introduction of liberalization in Indian economy towards the end of the 1980s led to a crisis. The farmers came forward demanding higher floor price for sugarcane, wheat, free interstate movement of farm produces, regular electricity supply at lower rates, and waiving pending loans payments. They also demanded pension for farmers. Maharashtra also farmers organization came forward with several demands. Shaktari Sangadan was one much movement which declared a war on the industrial sector. Industry and agriculture had been a
cause of much debate and discussion. Economic policies in the 80s did not favor agriculture. In fact, it was under threat due to economic crisis of liberalization, globalization, population explosion. Industrialization and lifestyle change had in fact destroyed agriculture, but now people return to organic farming and natural lifestyle. Characteristics of Bharatiya Kisan Union. Bharatiya Kisan Union pressurized the government through rallies, sit-ins and courting imprisonment. Millions of farmers participated in this protest. The massive rallies thus organized by BKU marched towards the state capital and national capital. The organization had used novel methods like most of the BKU members belonged to one particular community. It is the credit of BKU leaders. The BKU did not have much formal organization capabilities, but they succeeded in enlisting their total cooperation and involvement on community basis to find enough funds and workers. Till the beginning of 1990s, BKU had kept itself away from all political parties. Because of their great number, they formed a pressure group in politics, joining hands with other farmers organizations across the country. The BKU got some of their economic demands accepted. They could do much for the farmers mainly because of their large numbers, which exerted great pressure on political parties. Political bargaining had borne good fruit. The BKU members usually grew cash crops, unlike the majority of poor Indian farmers who cultivated food crops. BKU was very active in the prosperous states of India. It recruited its members from communities that dominated regional electoral politics. Shaktari, Shakti Sangadan and Rayat Sangh were very good examples of such farmers. The important contribution of this Bharatiya Kisan Union related to WTO. The Bharatiya Kisan Union warned to socio-economic consequences of India, did not demand to keep agriculture out of the purview of WTO. Chief of the Kisan Union Mahendra Singh Tikayat and National Coordinating Committee convener M. Yudhvir Singh warned the government of impending dangers. India went ahead with the stipulations of WTO. The leaders said they would take out a farmers' rally to pressurize the government to keep agriculture out of the purview of the WTO. Today itself, the Bharatiya Kisan Union are engaging in a popular struggle against the central government's new agricultural policy. The importance of these organizations increasing day by day. Here is a question. What are the unique features of Bharatiya Kisan Union? അടുത്തത് ദേശീയ മത്സ്യത്തൊഴിലാളി ഫോറം, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. ഇന്ത്യയുടെ കടലോരങ്ങളിൽ ധാരാളം ആളുകൾ മത്സ്യബന്ധനമാണ് അവരുടെ ജീവിതമാർഗമായിട്ട് ഉപയോഗിക്കുന്നത്. യന്ത്രവൽകൃത മത്സ്യബന്ധനവും വ്യാപകമാക്കാൻ സർക്കാർ അനുവദിച്ചതോടെ മത്സ്യസമ്പത്ത് മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ ആളുകൾക്ക് വിറ്റുകൊണ്ട് വരുമാനമുണ്ടാക്കാനുള്ള സർക്കാർ ശ്രമം ആരംഭിച്ചതോടെ പരമ്പരാഗതമായി മീൻപിടുത്തം നടത്തിയിരുന്ന ആളുകളുടെ ജീവിതമാർഗം തകരാറിലായി. അങ്ങനെ വന്ന ആളുകൾ സർക്കാരിനെതിരെ സംഘടിച്ചു. ഇതിന് കാരണമായത് സർക്കാരിൻ്റെ ഉദാര സാമ്പത്തിക നയങ്ങൾ തന്നെയാണ്. ഇത്തരം നടപടികൾ കൊണ്ട് ദുരിതത്തിലായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവർ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. കേരളത്തിലെ തൊഴിലാളികളാണ് ഈ സംഘടനക്ക് നേതൃത്വം കൊടുത്തത്. 1991 കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇവരൊരു നിയമയുദ്ധത്തിൽ തന്നെ ഏർപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ആഴക്കടൽ മീൻപിടുത്ത നയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. ആഗോള കുത്തക കമ്പനികൾക്ക് നമ്മുടെ കടൽ അവർ തുറന്നു കൊടുത്തു. അവർ അത്യാധുനിക ബോട്ടുകളൊക്കെയായി മീൻ പിടിക്കാൻ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന നഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് പോരാടി ഇവർക്കെതിരെ
NEF അല്ലെങ്കിൽ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം വിജയിക്കുകയും ചെയ്തു. ഈ മേഖലയിൽ നിക്ഷേപം നടത്തുന്നവരെ സംരക്ഷിക്കാനായിരുന്നില്ല, മറിച്ച് നാടൻ വഞ്ചികളും വലകളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്ന തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ സംഘടന ശ്രമിച്ചത്. ഇവർ കേന്ദ്ര സർക്കാരുമായി നിരന്തരം ഉപജീവന മാർഗം സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുകയും 2002 മത്സ്യത്തൊഴിലാളികൾ ദേശവ്യാപകമായി സമരം നടത്തുകയും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിനുമായി ആഗോളതലത്തിലുള്ള സംഘടനകൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം (NFF). Thousands of fisher folk live in the eastern and western coastal area. They belong to indigenous fisherman communities. They eke out living through fishing. When mechanized trawlers and large-scale fishing were permitted by the government, these employers were put to several difficulties. They organized themselves to fight against the government. Economic liberalization policies had their own defects, and these poor fishermen were hard put by the thoughtless measures of the government. Regional level organizations were set up in the state because fishing came under state governments. But later these regions forum came together and formed National Fish Workers Forum. In 1991, the NFF fought at legal battle with the Union Government of India. Deep sea fishing policy opened up our waters to large commercial vessels of multinational fishing companies. This took away all chances of earning their livelihood by fishing with the country boats and nets. In the 1990s, the NFF fought several legal battles against the central government to protect the interests of those who rely on fishing for their livelihood. The nationwide strike organized in 2002 joined hands with organizations all over the world to protect ecology as well as the lives of fisher folk. In the end of NFF 1, NFF stood for the rights of fisher folk who used country boats and nets to earn their livelihood. They did not in any way support those who came forward to invest in this sector. NFF wanted to protect the interest of the fisher folks. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ 2 മൂവ്മെൻറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ഭാരതീയ കിസാൻ യൂണിയനും മറ്റൊന്ന് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. ഇവിടുത്തെ ചോദ്യം ഇതാണ്: റൈറ്റ് അബൌട്ട് ദി നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. ദേശീയ മത്സ്യത്തൊഴിലാളി ഫെഡറേഷനെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. അടുത്തത് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ഒരു പറ്റം സ്ത്രീകൾ അവരുടെ സ്വകാര്യ സംഭാഷണത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ഉത്ഭവം ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിലെ ദുബഗുണ്ട എന്ന ഒരു കുഗ്രാമത്തിൽ 1990കളിൽ വയോജന വിദ്യാഭ്യാസ പരിപാടി നടക്കുന്ന സമയത്ത് ചർച്ചയ്ക്കിടെ അവർ വീട്ടിലെ പുരുഷന്മാർ അമിതമായി ചാരായം വാറ്റി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ആ പ്രദേശത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ മദ്യപാനം ശീലം സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും പുരുഷന്മാരുടെ മദ്യത്തോടുള്ള ആസക്തി അവരെ കടക്കാരാക്കി മാറ്റിയെന്നും അവർ മനസ്സിലാക്കി. ഇതിനെതിരെ പ്രതികരിക്കാൻ അവർ തീരുമാനിക്കുകയും മദ്യമാഫിയക്കെതിരെ അറുതി വരുത്താൻ വേണ്ടി അവർ ഒരു സമരം നടത്തുകയും ചെയ്തു. സ്ത്രീകളാണ് ഈ സമരത്തിന് മുമ്പോട്ട് വന്നത്. അവർ മദ്യഷാപ്പുകൾ പൂട്ടിച്ചു. ഈ വാർത്ത പെട്ടെന്ന് പല ഗ്രാമങ്ങളിലേക്കും പകരുകയും ഏതാണ്ട് സമാന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 5000-ഓളം ഗ്രാമങ്ങളിലെ സ്ത്രീകൾ ഇതിന് മുന്നോട്ട് വരികയും അവരെല്ലാവരും ഇത്തരം പ്രമേയങ്ങൾ പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെ നെല്ലൂർ ജില്ലയിൽ ചാരായ ലേലം 17 തവണ ഗവൺമെൻറ്റിന് നീട്ടിവെക്കേണ്ടി വന്നു.
ചാരായ വിൽപ്പന നിരോധിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമെങ്കിലും പിന്നീട് അത് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് അത് ഉയർന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും അതേപോലെ ഉണ്ടാകുന്ന മറ്റു കുടുംബ പ്രശ്നങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നു. മദ്യപാനം മൂലമുണ്ടാകുന്ന ഗാർഹിക പീഡനങ്ങളും അവർ പരസ്യമായി ചർച്ച ചെയ്തു. ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീധന പ്രശ്നങ്ങൾ, ജോലിസ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും നടക്കുന്ന അതിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഊർജിതമായി ചർച്ച ചെയ്തു. അതൊക്കെ സമൂഹത്തിലെ ഉന്നത വിഭാഗങ്ങളുടെ വേവലാതികൾ മാത്രമായി തള്ളപ്പെട്ടു. എന്നാൽ ഇവരുടെ പ്രയത്നഫലമായി സ്ത്രീകളോടുള്ള അനീതി, ലിംഗപരമായ വിവേചനം എന്നിവ വളരെ സങ്കീർണ സ്വഭാവമുള്ളവയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ലൈംഗികാതിക്രമങ്ങളായിരുന്ന 80കളിൽ വനിതകളുടെ പ്രധാന ചർച്ചാ വിഷയം. വീടിനകത്തും പുറത്തും സ്ത്രീകൾ വേട്ടയാടപ്പെട്ടതുകൊണ്ട് ഇടത്തരക്കാർ സ്ത്രീധന സമ്പ്രദായത്തിനെതിരെയും ഒരു പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്നു. ഇങ്ങനെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സാമൂഹ്യ ബോധം വളർത്തിയെടുക്കുന്നതിന് ഈ പ്രസ്ഥാനം വലിയ സഹായിച്ചത്. തൽഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ കാണുന്ന സ്ത്രീകൾക്കുള്ള സംവരണം ഒരു ഭരണഘടനാ ഭേദഗതിയുടെ വരെ രൂപപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ 1990കളിൽ 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ ത്രിതല ഗ്രാമപഞ്ചായത്തുകളിൽ 50% സ്ത്രീകൾക്ക് സംവരണം ലഭിക്കുന്നത് തന്നെ ഇത്തരമൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. നിയമസഭകളിലും പാർലമെൻറ്റിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നു. ഇതിനായി ഭരണഘടനാ ഭേദഗതി ബിൽ 33% സംവരണം സ്ത്രീകൾക്ക് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചെങ്കിലും അതിന് പിന്തുണ ലഭിച്ചില്ല. ദളിതരും മറ്റു പിന്നോക്ക സമുദായക്കാരായ സ്ത്രീകൾക്കും പ്രത്യേകം സംവരണം നൽകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നൊരാവശ്യം സജീവമായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്. In the southern state of Andhra Pradesh, the women mobilized support for a movement which came to known as anti-ARRACK movement. Origin. In the early 19s, many grown-up women joined in the adult literacy drive in a remote village in Dubagunda, Andhra Pradesh. During a discussion in the classroom, the women complained about their husbands consuming a lot of locally brewed alcohol. Alcoholism had taken deep roots among the village folks. Under the influence of alcohol, many men kept away from work, their income diminished and their debts increased. In other words, it adversely affected the rural economy. Contractors stopped to all sort of indecent methods to maintain their monopoly in the business. The women folk had to bear brunt of violence meted out by their husbands in their drunk melee. To counter this, the women in Nellore district came forward to protest against ARRACK trade. They forced the shopkeepers to close down the retail outlet. The news spread and about 5,000 women gathered together and held a meeting in which they passed a resolution to request the district collector to impose prohibition in the area. The result was astounding. The collector had to postpone ARRACK auctions not less than 17 times. Linkage. The woman demanded for prohibition had other implications. Demand for justice. It was connected with so many social and economic political problems. ARRACK business always had close connection with crime and politics. Women's organization began to discuss connected issues. They were bold enough to bring up domestic violence these meetings. Though it started as an anti-ARRACK movement, soon it assumed the role of women's movement. The problems like domestic violence, sexual abuse, cause of dowry, etc. were openly discussed by urban women in their circle, but rural women coming with such issues were something new. Now without any difference between rural and urban women. Such campaigns increased social awareness about women's problems. Whether urban or rural, gradually these social issues gave a women's right to representation politics. They demanded in 1990s that amendments should be made regarding
Reservation in the state assemblies and in the parliament. 73rd and 74th amendments granted reservation to women in Kerala, 50% reservation granted women in the panchayat. Thus, Kerala has become model for the whole country. Women's groups demand separate quota for Dalits and OBC women with the women's quota. Demand for similar reservation in the state and central legislature have also been made. The proposed bill for this purpose did not receive enough support due to opposition from different groups, including some women's group who insist on a separate quota for Dalit and OBC women. Here is another question. Write about the features of anti-ARRACK movement. ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ 3 മൂവ്മെൻറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം ഭാരതീയ കിസാൻ യൂണിയൻ, ദെൻ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം, ലാസ്റ്റ് ആൻറ്റി-ARRACK മൂവ്മെൻറ്റ്. ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.